The daily wages of workers in a firm is given below. ഒരു ഫേമിലെ വർക്കേഴ്സിന്റെ ഡെയിലി വേജസ് ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നു. If workers are arranged according to their wages lower to higher, ചെറുത് തൊട്ട് വലുത് വരെ ഓർഡറിൽ എഴുതിയാൽ വിച്ച് പൊസിഷൻ ഈസ് ടേക്കൺ ആസ് മീഡിയൻ, ഏത് പൊസിഷൻ ആണ് മീഡിയൻ ആയിട്ട് എടുക്കേണ്ടത്, എത്രാമത്തെ ആളിന്റെ വേജ് ആണ് മീഡിയൻ ആയിട്ട് എടുക്കേണ്ടത്. വാട്ട് വിൽ ബി ദ അസ്യൂംഡ് വേജ് ഓഫ് 13th വർക്കർ, 13ാമത്തെ ആളിന്റെ അസ്യൂംഡ്, നമ്മളൊരു വേജ് അസ്യൂം ചെയ്യുന്നു, അത് എത്രയാണെന്ന് എഴുതുക. കാൽക്കുലേറ്റ് ദ മീഡിയൻ ഓഫ് ഡെയിലി വേജസ്, ഡെയിലി വേജസിന്റെ മീഡിയൻ എത്രയാണെന്ന് എഴുതുക. നമുക്ക് ആ ടേബിൾ, നമ്മുടെ ടേബിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ടൊരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഹെഡിങ് ഒക്കെ അതേപടി അങ്ങ് എഴുതുക. ഡെയിലി വേജസ്, നമ്പർ ഓഫ് വർക്കേഴ്സ്. ഇനി 500 to 600, 500നും 600നും ഇടയ്ക്ക് ഡെയിലി വേജസ് ഉള്ള 5 പേരുണ്ട്. അപ്പൊ ഇത് നമ്മൾ 500, 600 എന്നുള്ള സ്ഥാനത്ത് ബിലോ 600, ബിലോ 600 ഈസ് ഈക്വൽ ടു 5 എന്ന് എഴുതി. അടുത്തത് ഇതിന്റെ അപ്പർ ലിമിറ്റ് മാത്രം എടുത്താൽ മതി. ബിലോ 700, 700ന് താഴെയുള്ളവര്, 700 താഴെയുള്ളതെന്ന് പറഞ്ഞാൽ ഈ 5ഉം ഈ 7ഉം 700 താഴെയാണ്. അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടിയാണ് അവിടെ ഇടേണ്ടത്, 12 എന്ന് വരും. അടുത്ത ബിലോ 800, ബിലോ 800 എന്ന് പറഞ്ഞാൽ അടുത്തും കൂടെ കൂട്ടണം, അപ്പൊ 22 വന്നു. ബിലോ 900, 900 എന്ന് പറഞ്ഞാൽ അടുത്തും കൂടെ കൂട്ടി 30 വന്നു. ബിലോ 1000 ഈസ് ഈക്വൽ ടു 35. ആകെ എല്ലാവരുടെയും കൂലി 1000-ൽ താഴെയാണ്, അതൊന്ന് 35 പേരുടെ ബിലോ 1000 നമ്മൾ എഴുതി. ഇനി നമ്മുടെ ചോദ്യങ്ങൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ആളിന്റെ വേജാണ് മീഡിയൻ ആയിട്ട് എടുക്കേണ്ടതാണ്. 35 പേരുടെ വേജാണ് ടോട്ടൽ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് മീഡിയൻ വേജ് ഈസ് ഈക്വൽ ടു അതിന്റെ 35 + 1/2, 35നോട് 1 കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി, ഈസ് ഈക്വൽ ടു 18th, 18ാമത്തെ ആളിന്റെ വേജാണ് മീഡിയൻ ആയിട്ട് എടുക്കേണ്ടത്. അടുത്തത് 13ാമത്തെ ആളിന്റെ അസ്യൂംഡ് വേജ് എത്രയാണ്, അസ്യൂം ചെയ്യുന്ന വേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കുക, ബിലോ 700, 12 പേരുടെ വേജ് 700-ൽ താഴെയാണ്. അപ്പൊ 13ാമത്തെ ആളിന്റെ വേജ് തൊട്ട് 22ാമത്തെ ആളിന്റെ വേജ് വരെ 700-നും 800-നും ഇടയ്ക്കാണ്. 13ാമത്തെ ആളിന്റെ വേജ് തൊട്ട് 22ാമത്തെ ആളിന്റെ വേജ് വരെ 700-നും 800-നും ഇടയ്ക്കാണ്. അപ്പൊ നമുക്ക് 700-നും 800-നും ഇടയ്ക്ക് 10 പേരുടെ വേജ് ഉണ്ട്. 700-നും 800-നും ഇടയ്ക്ക് 13 തൊട്ട് 22 വരെ 10 പേരുടെ ഏജ് ഉണ്ട്, 10 പേരുടെ വേജ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ 700, 800 ഇതിനെ നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് എടുത്താൽ ഇവിടം വരെ 12 പേരുടെ 12 ടേംസ് ആയി. 13ാമത്തെ ടേം തൊട്ട് 22ാമത്തെ ടേം വരെ 700-നും 800-നും ഇടയ്ക്കാണ്. അപ്പൊ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ഡി ഈസ് ഈക്വൽ ടു 800-ൽ നിന്ന് 700 കുറച്ചിട്ട് അതിന് ഈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു നമുക്ക് 10 എന്ന് കിട്ടി, ഡി 10 എന്ന് കിട്ടി. ഇനി 13ാമത്തെ ആളിന്റെ അസ്യൂംഡ് വേജ് എന്ന് പറയുന്നത് ഈ 700-ന്റെ കൂടെ ഡിയുടെ പകുതി ഒന്ന് കൂട്ടുക. 700-ന്റെ കൂടെ ഡിയുടെ പകുതി, 700 + d/2 ഈസ് ഈക്വൽ ടു 700 + 5, 705 ആണ് 13ാമത്തെ ആളിന്റെ അസ്യൂംഡ് വേജ്. ഇനി നമുക്കറിയാം 18ാമത്തെ ടേമാണ് നമ്മുടെ മീഡിയൻ വേജ്. മീഡിയൻ വേജ് ഈസ് ഈക്വൽ ടു 18th ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്. നമുക്ക് 13ാമത്തെ ടേം 705 ആണെന്ന് കിട്ടി. 13ാമത്തെ ടേമിന്റെ കൂടെ 5 കോമൺ ഡിഫറൻസുകൾ കൂട്ടിയാൽ 18ാമത്തെ ടേം കിട്ടും. 13ാമത്തെ ടേം 705, 705 + 5 × 10 is equal to 705 + 50 is equal to 755. അപ്പൊ മീഡിയൻ വേജ് എന്ന് പറഞ്ഞാൽ 755 ആണ്. അപ്പൊ നമുക്ക് വേറെ രീതിയിൽ ഇതൊന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് 700, 800 ആണ്. അതായത് 13ാമത്തെയും 18ാമത്തെയൊക്കെ മീഡിയൻ വേജ് കിടക്കുന്നത് 700-ന്റെ 800-ന്റെ ഇടയ്ക്കാണ്. അപ്പൊ 700, 800 എന്നുള്ളതിന് നമുക്ക് ഒന്ന് 10 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിങ്ങനെ ഡിവൈഡ് ചെയ്താൽ മതി.
700, 710, 720, 730, 740, 750 ആ ക്രമത്തിന് 800 വരെ ഡിവൈഡ് ചെയ്തു, 10 ആയിട്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് 700-നും 710-നും ഇടയ്ക്കായിരിക്കും 13ാമത്തെ ആളിന്റെ വേജ്. അത് 700, 710/2 705. അപ്പൊ നമുക്ക് 13ാമത്തെ ആളിന്റെ അസ്യൂംഡ് വേജ് എന്ന് പറയുന്നത് 705 ആണ്. അതുപോലെ 14ാമത്തത് 710-നും 720-നും ഇടയ്ക്കാണ്. 15ാമത്തത് 720-നും 730-നും ഇടയ്ക്കാണ്. 16ാമത്തത് 730-നും 740-നും ഇടയ്ക്കാണ്. 17ാമത്തത് 740-നും 750-നും ഇടയ്ക്കാണ്. 18ാമത്തത് 750-നും 760-നും ഇടയ്ക്കാണ്. അതായത് 18ാമത്താണ് നമ്മുടെ മീഡിയൻ. 750 + 760/2 755. അപ്പൊ മീഡിയൻ എന്ന് പറയുന്നത് 755 ആണ്. ബാക്കി നമുക്ക് താഴോട്ട് 19ാമത്തെ ക്രമത്തിന് കിട്ടും. അത് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല.